സ്വരം കാതോർക്കാം, ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. ഈശോ നമ്മോട് ഓരോരുത്തരോടും ഇവിടെ പറയുകയാണ്, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈ ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് ഈശോ പറയുമ്പോൾ അതിനോട് ചേർത്ത് ഈശോ പറയുകയാ, അവൻ്റെ ഹൃദയത്തിൽ നിന്നും ഉറവയൊഴുകും, അവൻ്റെ ഹൃദയത്തിൽ നിന്നും അരുവി ഒഴുകും, അവൻ്റെ ഹൃദയത്തിൽ നിന്നും ഉറവ ഒഴുകത്തക്ക വിധം അത്രമാത്രം സമൃദ്ധമായ രീതിയിലാണ് ഈശോ നൽകുന്നത് എന്ന് ഈശോ നമുക്ക് വചനത്തിലൂടെ പറഞ്ഞു തരികയും. അതുകൊണ്ട് തന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുകയാണ്, ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. പിതാവായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ തൻ്റെ മക്കളിലേക്ക് നൽകുന്നതിൽ പിശുക്ക് കാണിക്കുന്നില്ല. സമൃദ്ധമായിട്ട ദൈവം തൻ്റെ ആത്മാവിനെ നൽകുന്നത്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. സമൃദ്ധമായിട്ട് അളവില്ലാതെ ധാരാളമായി നൽകുമെന്ന് ഈശോ പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരമല്ല, ശരീരത്തിൻ്റെ ആഹാരമല്ല, ശാരീരികമായ സുഖസൗകര്യങ്ങളല്ല, ശാരീരികമായ സൗന്ദര്യങ്ങളോ സമ്പന്നതകളോ അല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ ജീവൻ നൽകുന്നത്. പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ജീവനെക്കുറിച്ചാ ഈശോ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവൻ അതിൻ്റെ സമൃദ്ധിയിൽ ഉണ്ടാകുവാനും വേണ്ടിയാണ്. ജീവൻ അതിൻ്റെ സമൃദ്ധിയിൽ നൽകുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുക. അല്പമല്ല, സകലമല്ല, സ്വല്പമല്ല, സമൃദ്ധമായിട്ട് നൽകുന്ന ജീവൻ. ദൈവം സമൃദ്ധമായിട്ട് നൽകുന്ന ജീവൻ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ ധാരാളമായി അളവില്ലാതെ നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാ ഈശോയിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ഫലങ്ങളും ഒഴുകുവാൻ ആരംഭിക്കും. അത്തരത്തിലുള്ള ഒരു അഭിഷേകമാണ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ളത് എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
പരിശുദ്ധാത്മാവിൻ്റെ ഈ സമ്പന്നമായ സമൃദ്ധമായ കൃപകളെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധിയെ നാം സ്വീകരിക്കേണ്ടത്? പരിശുദ്ധാത്മാവ് നമ്മിൽ നിരവധിയായ നന്മകൾ ചെയ്യുമെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുകയാ, സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും, സഹായകനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തും. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തും. ഈ കാലഘട്ടത്തിൻ്റെ വലിയ ഒരു ദുരവസ്ഥയാണ് എന്ന് വിശുദ്ധനായ ജോൺ ബോളണമൻ പാപ്പ വെരിത്താതെ സ്പ്ലെൻഡർ, സത്യത്തിൻ്റെ പ്രഭ എന്ന ചാക്രിയ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തി. ഈ കാലഘട്ടത്തിൻ്റെ വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത് പാപബോധം ഇല്ല എന്നുള്ളതാണ് എന്ന്. ഈ കാലഘട്ടത്തിലെ മനുഷ്യരെ പണ്ടുള്ളവരെക്കാൾ കൂടുതലായി പാപമൊന്നും ചെയ്യുന്നില്ല. ജോൺ ബോളണമൻ പാപ്പ തൻ്റെ വിഖ്യാതമായ ചാക്രിയ ലേഖനം വെരിത്താതെ സ്പ്ലെൻഡർ എന്ന സത്യത്തിൻ്റെ പ്രഭ എന്ന ചാക്രിയ ലേഖനത്തിലൂടെ നമ്മുടെ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തി. ഈ കാലഘട്ടത്തിലെ മനുഷ്യരെ പണ്ടുണ്ടായിരുന്നവരെക്കാൾ കൂടുതലായി പാപമൊന്നും ചെയ്യുന്നില്ല. ഇനി എന്താ പ്രശ്നം? പാപബോധം ഇന്ന് കൈമോശം വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ സമകാലിക സംസ്കൃതി, സമകാലികമായ നമ്മുടെ കാലഘട്ടത്തിൻ്റെതായ ആസ്വാദനങ്ങളും അറിവ് നൽകുന്ന മാധ്യമങ്ങളുമെല്ലാം നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എല്ലാം അനുവദനീയമാണ്, എല്ലാം അനുവദനീയമാണ്, എല്ലാം ആസ്വദിച്ചു കൊള്ളുക, തിന്നുക, കുടിക്കുക, മുന്തിരിച്ചാറ് പോലുള്ള ജീവിതം ആസ്വദിക്കുക. നിന്റെ ജീവിതത്തിൻ്റെ ജഡികമായ ലൗകികമായ ഈ ലോകത്തിൻ്റെതായ ആസ്വാദനങ്ങളുടെ മേഖലയിൽ അരുതുകൾ, കൽപ്പനകൾ, ചിട്ടകൾ, പരിധികൾ വെക്കുന്നവയെല്ലാം നിന്റെ ശത്രുക്കളാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കൈവെക്കുന്നതൊക്കെയും മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെ നിർലോഭമായ വിനിയോഗത്തിൻ്റെ മേൽ നിബന്ധനകൾ വെക്കുന്നതെല്ലാം ശത്രുക്കളാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ആധുനികതയുടെ തത്വശാസ്ത്രങ്ങൾ. ധാർമ്മിക നിയമങ്ങളെല്ലാം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വകാര്യതയുടെയും മേലുള്ള കടന്നുകയറ്റങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്ന തത്വശാസ്ത്രങ്ങൾ. നീക്ഷയും സാർത്രും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ച പുത്തൻ താത്വിക സങ്കേതങ്ങൾ. ഇത്തരം ആധുനിക തത്വസംഹിതകളിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട നമ്മുടെ കാലഘട്ടത്തിലെ സ്വാർത്ഥതയ്ക്ക് പരിധി കൽപ്പിക്കാത്ത ധാർമ്മിക നിയമങ്ങളെ ജീവിച്ചു തീർത്തവർ നമ്മുടെ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു പരിധിയില്ലാത്ത രക്തച്ചൊരിച്ചിലുകൾ, ലോകമഹായുദ്ധങ്ങളും വലിയ വിപ്ലവങ്ങളുമെല്ലാം നമ്മുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നത് സമുദ്രം പോലെയുള്ള മനുഷ്യരക്തത്തിൻ്റെ ചൊരിയലുകൾ, വലിയ പർവ്വതം പോലെ കൂനകൂട്ടപ്പെട്ട മനുഷ്യൻ്റെ ചേതനയേറ്റ ശരീരങ്ങൾ.
മനുഷ്യ ശരീരം കൊണ്ട് പർവ്വതം സൃഷ്ടിക്കുകയും മനുഷ്യരക്തം കൊണ്ട് സമുദ്രങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ആധുനിക കാലഘട്ടത്തിലെ വിപ്ലവങ്ങളും യുദ്ധങ്ങളും എല്ലാം ദൈവികമായ ധാർമ്മിക നിയമങ്ങളെ മനുഷ്യജീവിതത്തിന് അനാവശ്യങ്ങളാണ് എന്ന് വിശേഷിപ്പിച്ച ആധുനിക തത്വശാസ്ത്രങ്ങളുടെ പിൻബലത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. എന്നാൽ സ്നേഹമുള്ളവരെ, ദൈവികമായ ഈ ധാർമ്മിക നിയമങ്ങളെ നിഷേധിക്കുന്നതാണ് വാസ്തവത്തിൽ മനുഷ്യരെ അടിമപ്പെടുത്തുന്നത്. ദൈവം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ധാർമ്മിക നിയമങ്ങളെ നിഷേധിച്ചുകൊണ്ടുള്ള ഏത് ജീവിതവും മനുഷ്യനെ അടിമപ്പെടുത്തുമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞു, പാപം പാപിയെ അടിമപ്പെടുത്തും. ദൈവം നൽകിയതായ ധാർമ്മിക നിയമങ്ങളുടെ നിഷേധിക്കുന്ന പ്രവർത്തനങ്ങൾ, പാപം ചെയ്യുന്ന മനുഷ്യരെ അടിമപ്പെടുത്തും. എന്നാൽ ദൈവം മനുഷ്യൻ്റെ മനസ്സിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ, മനുഷ്യൻ്റെ സമൂഹത്തിൽ ധാർമ്മികമായ നിയമങ്ങൾ നൽകിയിരിക്കുന്നത് മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്. ഈ ധാർമ്മിക നിയമങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഈ ധാർമ്മിക നിയമങ്ങൾക്ക് വിഘാതമായി മനുഷ്യൻ നീങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തിയുടെ മനസ്സിൽ ഓർമ്മപ്പെടുത്തും, അത് പാപമാണ്. അതാ ഈശോ പറഞ്ഞത്, സഹായകനായ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും. പാപബോധം നൽകുന്നത് പരിശുദ്ധാത്മാവ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, ഒരു വ്യക്തിയുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട് എന്നതിന് പ്രകടമായ, വ്യക്തമായ ഏക അടയാളം ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നത് ഈ പാപബോധമാണ്. മറ്റേത് പരിശുദ്ധാത്മാവിൻ്റേത് എന്ന് നാം കരുതുന്ന, നാം വിശ്വസിക്കുന്ന, നാം പ്രതീക്ഷിക്കുന്ന ഏത് ആത്മീയ പ്രതിഭാസവും ഒരുപക്ഷെ ചില വരങ്ങളോ ഒക്കെ ആയിരിക്കാം. രോഗശാന്തി വരമോ, അത്ഭുത പ്രവർത്തന വരമോ, ഭാഷാവരമോ, ഇങ്ങനെയുള്ളതായ അത്ഭുതങ്ങളോ അടയാളങ്ങളോ രോഗശാന്തികളോ ഭാഷകളോ ഒന്നും പരിശുദ്ധാത്മാവിൻ്റേത് മാത്രമല്ല. പരിശുദ്ധാത്മാവ് മാത്രമല്ല അവയൊക്കെ നൽകുന്നത്. രോഗശാന്തി ചിലപ്പോഴെങ്കിലും കേവലം മാനുഷികമായ ചില പ്രതിഫലനങ്ങൾ മാത്രമാവാം. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളുമൊക്കെ ചിലപ്പോഴെങ്കിലും പിശാച് പോലും ചെയ്തെന്ന് വരാം. ദൈവവചനം പോലും അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രം ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ഏക സംഗതിയായി ദൈവവചനം നമുക്ക് നൽകുന്നത് ആത്മാർത്ഥമായ അനുതാപവും പശ്ചാത്താപവും പാപബോധമാണ്. പിശാചൊരിക്കലും ഒരു വ്യക്തിയിൽ അനുതാപമോ പാപബോധമോ പശ്ചാത്താപമോ കൊണ്ടുവരികയില്ല. ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളോ ചിന്താഗതികളോ ഒരിക്കലും ആത്മാർത്ഥമായ അനുതാപത്തിലേക്ക് നയിക്കുന്ന പാപബോധം നൽകുകയില്ല.
ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥമായ അഭിഷേകം ഒരു വ്യക്തിയിൽ ഉണ്ട് എന്നതിന് ഏക അടയാളം പാപബോധം. അതുകൊണ്ട് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിലൂടെ നമ്മോട് പറഞ്ഞു, പാപം ഇല്ല എന്ന് മാത്രം പറയരുത്. പാപം ഇല്ല എന്ന് ഒരു വ്യക്തി പറഞ്ഞാൽ അവനിൽ സത്യമില്ല എന്ന് വരും. സത്യാത്മാവ് അവനിൽ പ്രവർത്തിക്കുന്നില്ല. സത്യാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ, സത്യം ഒരു വ്യക്തിയിൽ കുടികൊള്ളുന്നുണ്ട് എങ്കിൽ അവൻ ഒരിക്കലും തനിക്ക് പാപമില്ല എന്ന് പറയില്ല. വചനം പറയുക, എന്നാൽ നീ പാപം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ എല്ലാ പാപങ്ങളും ക്ഷമിക്കും, അനീതികളിൽ നിന്ന് മോചിപ്പിക്കും. പരിശുദ്ധാത്മാവ് നൽകുന്ന പാപബോധം, പരിശുദ്ധാത്മാവ് നൽകുന്ന പശ്ചാത്താപം, പരിശുദ്ധാത്മാവ് നൽകുന്ന അനുതാപം, അതിൻ്റെ ഫലമായി ഒരു വ്യക്തി പാപങ്ങൾ ഏറ്റുപറയുകയും അതുവഴി പാപമോചനത്തിൻ്റെ, വിടുതലിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് ഈ വലിയ രക്ഷാകരമായ ദൈവാനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധമായ അഭിഷേകം നമുക്ക് വേണം. രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ. അതുകൊണ്ടാണ് ശ്ലീഹ എഫെസോസ് ലേഖനത്തിൽ നമ്മോട് പറയുന്നത്, രക്ഷയുടെ ദിനത്തിലേക്ക് ഒരു വ്യക്തിയെ മുദ്രിതമാക്കുന്നത് പരിശുദ്ധാത്മാവ്. രക്ഷയുടെ അനുഭവം ഒരു വ്യക്തിക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12-13 വാക്യങ്ങൾ, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. മാനുഷികമായ പരിമിതികൾക്കപ്പുറത്ത് ദൈവികമായ, സ്വർഗീയമായ, ആത്മീയമായ സത്യത്തിലേക്കും ആ സത്യത്തിൻ്റെ പൂർണ്ണമായ അനുഭവത്തിലേക്കും ഒരു വ്യക്തിയെ പടിപടിയായി കൈപിടിച്ച് നയിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഇതിന് മനോഹരമായ ഒരു ഉദാഹരണം ബൈബിളിൽ തന്നെ, സുവിശേഷത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ ഈശോ സമറിയാക്കാരി സ്ത്രീയുമായുള്ള ഒരു സംഭാഷണം നടത്തുന്നുണ്ട്. ഈ സമറിയാക്കാരി സ്ത്രീയോട് ഈശോ സംസാരിച്ചു തുടങ്ങുന്നത് കേവലം ഈ ഭൂമിയുടെ, ഈ ലോകത്തിൻ്റെ പച്ചവെള്ളത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, എനിക്ക് കുടിക്കുവാൻ വെള്ളം താ. എന്നാൽ ഈശോ ഈ വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോയോട് വഴക്കിടുന്ന ഒരു സ്ത്രീയായ സമറിയാക്കാരി സ്ത്രീയിൽ നാം കാണുന്നത് എങ്കിൽ, ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ആ വെള്ളത്തിൻ്റെ പ്രതീകം ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറയുകയും, അങ്ങനെ പച്ചവെള്ളത്തിൽ നിന്നും പരിശുദ്ധാത്മാവിലേക്ക് അവരുടെ സംഭാഷണ വിഷയം ചുവട് മാറുമ്പോൾ ആ സ്ത്രീയിൽ ഉണ്ടാകുന്ന പരിവർത്തനം വിസ്മയിപ്പിക്കുന്നത്. അവള് പിന്നീട് സംസാരിക്കുന്നത് ദൈവാരാധനയെക്കുറിച്ച്, ദൈവികമായ വിഷയങ്ങളെക്കുറിച്ച്, ദൈവരാജ്യ അനുഭവത്തെക്കുറിച്ച്. ഞങ്ങൾ പറയുന്നു ഈ മലയിലാണ്, നിങ്ങൾ പറയുന്നു ആ മലയിലാണ്
ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നൊക്കെ ദൈവവചനത്തിലെ ദൈവാരാധനയെ സംബന്ധിക്കുന്ന പൊരുളുകളെ അപഗ്രന്ഥിക്കുന്ന ഒരു ആത്മീയ വ്യക്തിത്വമായി അവൾ മാറുന്നത്, പിന്നീട് അവൾ ഈശോയെ പ്രഘോഷിക്കുന്ന വലിയ ക്രിസ്തു സാക്ഷിയായി മാറുന്നത്, അനേകരെ ഈശോയിലേക്ക് നയിക്കുന്ന ക്രിസ്തു സാക്ഷിയായി അവൾ മാറുന്നത് നാം കാണുകയും, ഈശോയിൽ നിന്ന് ഈശോ വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവളിൽ ഉണ്ടായ മാറ്റമാണ്. സ്നേഹമുള്ള സഹോദരരെ, ആരെല്ലാം ഈശോയിൽ നിന്ന് ഈശോ വാഗ്ദാനം ചെയ്തതായ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഈശോയോട് ആ ആവശ്യം ഉന്നയിക്കുകയും അഥവാ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരിലും ഉണ്ടാകുന്ന പരിവർത്തനമായത്. കേവലം ഈ ലോകത്തിൻ്റെതായ ആഗ്രഹങ്ങളും ഈ ലോകത്തിൻ്റെതായ അഭിലാഷങ്ങളും ഈ ലോകത്തിൻ്റെതായ വ്യഗ്രതകളും ഭാവനകളും സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിലും കണ്ണുകളിലും മനോഭാവങ്ങളിലും പദ്ധതികളിലൊക്കെ ആഴത്തിലുള്ള മാറ്റം വരുത്തി ദൈവികമായ ആഗ്രഹങ്ങളും ദൈവികമായ ചിന്തകളും ദൈവികമായ പദ്ധതികളുമൊക്കെയുള്ള സ്വർഗീയ വ്യക്തിത്വങ്ങളാക്കി, ദൈവിക വ്യക്തിത്വങ്ങളാക്കി, ഈശോയുടെ സാക്ഷികളാക്കി അവളെ ഒക്കെ മാറ്റുന്നത് ഈ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവേ, ഉന്നതത്തിൽ നിന്ന് അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും അയക്കുന്നില്ല എങ്കിൽ ഭൂവാസികൾ എങ്ങനെ അങ്ങയുടെ പാത അറിയും? ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങേക്ക് പ്രസാദകരമായവ അവരെ പഠിപ്പിച്ചു, അവർ രക്ഷ പ്രാപിക്കുകയും ചെയ്തു. സ്വർഗത്തിൽ നിന്ന്, ഉന്നതത്തിൽ നിന്ന് ദൈവം അയക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റമായത്. കർത്താവേ, അങ്ങ് ഉന്നതത്തിൽ നിന്ന് ജ്ഞാനത്തെ, പരിശുദ്ധാത്മാവിനെ അയക്കുന്നില്ല എങ്കിൽ ഭൂവാസികൾ എങ്ങനെ അങ്ങയുടെ പാത അറിയും? ജ്ഞാനം തന്നെയായ പരിശുദ്ധാത്മാവ് തന്നെയായ ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കുന്നു. ദൈവത്തിന് പ്രസാദകരമായവ അവരെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്ക്, സ്വർഗീയമായ ജീവിത ശൈലിയിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ ദൈവം സമൃദ്ധമായിട്ട് ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്ന് സ്വർഗത്തിൻ്റെ കൃപകളെ സമൃദ്ധമായി മനുഷ്യ മക്കളിലേക്ക് ചൊരിയുന്ന ദൈവം. നമ്മൾ വായിക്കുന്നുണ്ട് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 26-ാമത്തെ അധ്യായത്തിലും 37-ാമത്തെ അധ്യായത്തിലുമെല്ലാം ജീവൻ സമൃദ്ധമായി നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ 4 ദിക്കുകളിൽ നിന്ന് വരുന്ന വായുക്കളെക്കുറിച്ചും ദേവാലയത്തിൻ്റെ ഭൂമുഖത്തു നിന്ന് ഒഴുകുന്ന ഉറവയെക്കുറിച്ചുമൊക്കെ എസെക്കിയേൽ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധിയെക്കുറിച്ച്. ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധി നമ്മുടെ ഹൃദയത്തിലേക്ക് നാം സ്വീകരിക്കുമ്പോൾ ജീവൻ്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മുടെ ജീവിതങ്ങളിലൂടെ അനേകരിലേക്ക് പകരുവാൻ ദൈവം നമ്മെ അനുവദിക്കും. ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അങ്ങനെ കൃപയുടെ സമൃദ്ധിയുള്ള, കൃപയ്ക്ക് മേൽ കൃപയുള്ള വ്യക്തികളായി ജീവിച്ച് അവരുടെ ജീവിതങ്ങൾക്ക് കൃപ പകരുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.